നമ്മൾ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അത് എന്താ പറയുക സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതുപോലെ ഒരു പരീക്ഷണം നടത്തിയൊരു വീഡിയോ ഇട്ടത് ഞാൻ FBയിൽ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ്. നമ്മൾ നിസാമി ചിക്കനും അതേപോലെ തന്നെ ബട്ടർ നാനും നമ്മൾ ഈസ്റ്റ് ഇടാതെ നാൻ ഉണ്ടാക്കുക എന്നുണ്ടപ്പോൾ ഞാൻ പരീക്ഷ നോക്കിയായിട്ട് സക്സസ് ആയി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു 1.25 കപ്പ് പാലും അതിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ളൊരു ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ ഉപ്പും പിന്നെ ഇത്തിരി പഞ്ചസാരയും നമ്മളൊരു 2 കപ്പ് മൈദപ്പൊടി. ആ പാലിക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ മൈദപ്പൊടി കുറച്ച് കുറവാണെങ്കിൽ ലൂസാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എനിക്കൊരു ഏകദേശം ഒരു 2-2.25 കപ്പ് പൊടിയാണ് ആയിട്ടുള്ളത്. അപ്പോൾ അതിട്ടൊന്ന് കുഴച്ച് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ 2 സൈഡും നല്ലോണം വേവിച്ചെടുത്തിട്ട് നമ്മൾ നല്ല പൊള്ളച്ചേരും കേട്ടോ. നമ്മൾ ഈസ്റ്റ് ഇട്ടില്ല, ഒരു കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല പൊള്ളച്ച് വന്നിരുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല 2 സൈഡും നല്ല വന്നതിന് ശേഷം നമ്മൾ ഇത്തിരി ബട്ടറും അതേപോലെ തന്നെ നമ്മൾ മല്ലിച്ചപ്പുണ്ടല്ലോ അതും കൂടി ഇച്ചിരി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി മുകളിലൊന്ന് പരത്തി കൊടുത്തിട്ട് ഒന്നുകൊണ്ട് ചുട്ടെടുത്താൽ മതി. അടിപൊളിയായിട്ടുള്ള ബട്ടർ നാൻ റെഡി കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള നല്ല അടിപൊളി ഒരു കോംബോ ആണ് നിസാമി ചിക്കന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ ഒരുക്കി വെക്കാണ്ട് കേട്ടോ. നമ്മൾ സാധാ ചിക്കൻ കറിയിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കിയ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ഒരു അരപ്പുണ്ട്, ഒരു തുള്ളി തേങ്ങയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും ബദാമും പിന്നെ കുറച്ച് 2 ഏലക്കായും ഒരു ചെറിയ കഷ്ണം പട്ടയും അതേപോലെ തന്നെ പൂട്ടോ. അതും വേണ്ടി ഇതൊന്ന് അരച്ച് നല്ല ക്രീമി ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ എടുത്തിട്ട് ചിക്കൻ്റെ ഇതിലേക്ക് കുറച്ച് തൈരും മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് അധികം നമ്മൾ ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ തക്കാളി അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. പിന്നെ പച്ചമുളകാണ്. പിന്നെ അതിന് ശേഷം നമ്മുടെ പൊടികൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് പാകത്തിന് എത്ര വെച്ചാൽ അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ക്രീമി ആയിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് 2 ടീസ്പൂൺ ഓയിലും അതേപോലെ തന്നെ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ വേറെ കുറേ ഓയിൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. പിന്നെ ഇത്തിരി ഒരു ചെറുനാരങ്ങ ഇത്തിച്ചെടുത്ത് നല്ലോണം ഒന്ന് ഈ ചിക്കനിലേക്ക് പിടിക്കുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് മാറ്റി വെക്കട്ടോ. ഒരു 2-3-4 മണിക്കൂർ ഞാൻ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഒരു മിനിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ട് നേരെ അടുപ്പത്ത് വെച്ച് നല്ലോണം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെളിച്ചെണ്ണ വരും, നല്ല ചുവന്ന കളറിൽ. അതാണ് കേട്ടോ അതിൻ്റെ പാകം. അപ്പോൾ നമ്മൾ ബട്ടർ നാനും ചിക്കനും ഒക്കെ കൂടി കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിന് ട്രൈ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. എപ്പോഴും ചിക്കൻ കറിയും അതേപോലെ തന്നെ ചിക്കൻ ഗ്രേവിയൊക്കെ അല്ലേ, ഇതൊന്ന് ട്രൈ ചെയ്യും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും അസ്സലാമു അലൈക്കും.